ഗുഡ് മോർണിംഗ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഫൈൽ ഡയഗ്രം ആണ്. പ്രൊഫൈൽ ഡയഗ്രം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് UML ടൂലാണ്. വളരെ റെയറായിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ് പ്രൊഫൈൽ ഡയഗ്രം എന്ന് പറയുന്നത്. പ്രൊഫൈൽ ഡയഗ്രം ഈസ് ബേസിക്കലി ആൻ എക്സ്റ്റെൻസിബിലിറ്റി മെക്കാനിസം ദാറ്റ് അലൗവ്സ് യു ടു എക്സ്റ്റെൻഡ് ആൻഡ് കസ്റ്റമൈസ് UML. അപ്പം നമുക്ക് UMLനെ എക്സ്റ്റെൻഡ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്റ്റെൻഡിങ് മെക്കാനിസം പ്രൊഫൈൽ ഡയഗ്രത്തിലുണ്ട്. എങ്ങനെ ചെയ്യാം? ബൈ ആഡിങ് ന്യൂ ബിൽഡിംഗ് ബ്ലോക്സ്, പുതിയ ബിൽഡിംഗ് ബ്ലോക്സ് ആഡ് ചെയ്യാം. ക്രിയേറ്റിംഗ് ന്യൂ പ്രോപ്പർട്ടീസ്, പുതിയ പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് സ്പെസിഫൈങ് ന്യൂ സെമാൻറ്റിക്സ് ഇൻ ഓർഡർ ടു മേക്ക് ദ UML സ്യൂട്ടബിൾ ഫോർ യൂസ് വിത്ത് എ പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോം. ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോമുമായിട്ട് നമ്മൾ UMLനെ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിലേക്ക് പുതിയ സെമാൻറ്റിക്സ്, പുതിയ പ്രോപ്പർട്ടീസ്, പുതിയ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ ചേർത്തിട്ട്, അതായത് ഒരു എക്സ്റ്റെൻഡിങ് പ്രോപ്പർട്ടി UMLന് കൊടുക്കുന്നുണ്ട്. ഏതിൽ? പ്രൊഫൈൽ ഡയഗ്രത്തിൽ. അപ്പോൾ പുതിയ ഒരു പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ Microsoft.NET ഫ്രെയിംവർക്കോ അല്ലെങ്കിൽ ജാവ എൻ്റർപ്രൈസ് എഡിഷൻ പ്ലാറ്റ്ഫോമോ അങ്ങനെ ഏതെങ്കിലും ഒരായിരിക്കാം. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡൊമൈന് വേണ്ടിയിട്ടായിരിക്കാം, മെഡിസിൻ ഡൊമൈൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസസിന് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് എഞ്ചിനീയറിംഗ് ഫീൽഡ്, അങ്ങനെ ഏത് തന്നെ ആയിക്കോട്ടെ അതുമായിട്ട് നമ്മൾ UMLനെ ചേർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്റ്റെൻസിബിലിറ്റി മെക്കാനിസമായിട്ടാണ് പ്രൊഫൈൽ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. പ്രൊഫൈൽ ഡയഗ്രത്തിന് 3 ടൈപ്സ് ഓഫ് എക്സ്റ്റെൻസിബിലിറ്റി മെക്കാനിസംസ് ആണ് മെയിനായിട്ടുള്ളത്. സ്റ്റീരിയോ ടൈപ്സ്, ടാഗ്ഡ് വാല്യൂസ് ഓർ മെറ്റാ ആട്രിബ്യൂട്ട്സ്. മെറ്റാ ആട്രിബ്യൂട്ട്സ് ഡിഫൈൻസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എൻ ആട്രിബ്യൂട്ട്. ഒരു ആട്രിബ്യൂട്ടിൻ്റെ പ്രോപ്പർട്ടീനെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് മെറ്റാ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ കൺസ്ട്രെയിൻസ്. ഇങ്ങനെ 3 എക്സ്റ്റെൻസിബിലിറ്റി മെക്കാനിസംസ് ആണുള്ളത്. സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ ടൈപ്സ് അലോസ് യു ടു ക്രിയേറ്റ് ന്യൂ മോഡൽ എലമെൻറ്റ്സ്. പുതിയ മോഡൽ എലമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റീരിയോ ടൈപ്സ് യൂസ് ചെയ്യുന്നത്. ഗ്രാഫിക്കൽ സിമ്പിൾസ് ഡെറൈവ്ഡ് ഫ്രം എക്സിസ്റ്റിംഗ് വൺസ്. ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് വൺസ് എന്നാണ് ഇങ്ങനത്തെ ഗ്രാഫിക്കൽ സിമ്പിൾസ് നമ്മൾ പുതിയത് ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ബട്ട് ദാറ്റ് ഹാവ് സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ദാറ്റ് ആർ സ്യൂട്ടബിൾ ടു യുവർ പ്രോബ്ലം ഡൊമൈൻ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോന്നിനും എന്തുണ്ട്? സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മളെ പ്രോബ്ലം ഡൊമൈനിൽ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് വെൻ മോഡലിംഗ് എ നെറ്റ്വർക്ക് യു മൈറ്റ് നീഡ് ടു ഹാവ് സിമ്പിൾസ്. അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്കാണ് മോഡൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? റൂട്ടർ വേണം, സ്വിച്ചസ് വേണം, ഹബ്ബ് വേണം അല്ലേ? അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു സിമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം? റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ എ സ്റ്റീരിയോ ടൈപ്പ് അലോസ് യു ടു മേക്ക് ദീസ് തിങ്സ് അപ്പിയർ ആസ് പ്രിമിറ്റീവ്. ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യാം? ഈ സ്റ്റീരിയോ ടൈപ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ടാഗ്ഡ് വാല്യൂസ് ആണ് അടുത്തത്. ടാഗ്ഡ് വാല്യൂസ് ഓർ മെറ്റാ ആട്രിബ്യൂട്ട്സ് ആർ യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് ദ പ്രോപ്പർട്ടീസ് ഓഫ് UML സോ ദാറ്റ് യു ക്യാൻ ആഡ് അഡീഷണൽ ഇൻഫർമേഷൻ ഇൻ ദ സ്പെസിഫിക്കേഷൻ ഓഫ് എ മോഡൽ എലമെൻറ്റ്. അപ്പോൾ ഒരു മോഡൽ എലമെൻറ്റിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചും കൂടി ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മൾ UMLൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ടുകളെയാണ് മെറ്റാ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ ടാഗ്ഡ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് യു ടു സ്പെസിഫൈ കീവേഡ് വാല്യൂ പെയേഴ്സ് ഓഫ് എ മോഡൽ വെർ കീവേഡ്സ് ആർ ദി ആട്രിബ്യൂട്ട്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീവേഡ് വാല്യൂസിന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടാഗ്ഡ് വാല്യൂസ് ആർ ഗ്രാഫിക്കലി റെൻഡേർഡ് ആസ് സ്ട്രിങ് എൻക്ലോസ് ഇൻ ബ്രാക്കറ്റ്സ്. അപ്പോൾ ടാഗ്ഡ് വാല്യൂസിന് പൊതുവേ കൊടുക്കാറ് സ്ട്രിങ്സ് ആയിട്ടാണ്, ബ്രാക്കറ്റ്സിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള സ്ട്രിങ്സ് ആയിട്ടാണ് കൊടുക്കാറ്. പിന്നെ കൺസ്ട്രെയിൻസ് ആണ്. എ കൺസ്ട്രെയിൻറ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് UML മെറ്റാ മോഡൽ ഈസ് എ കണ്ടീഷൻ. അതൊരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ ദാറ്റ് അപ്ലൈസ് ടു വെൻ വേർ ആൻഡ് ഹൗ എ UML എലമെൻറ്റ് മേ ബി യൂസ്ഡ്. ഒരു UML എലമെൻറ്റ് എപ്പോൾ, എങ്ങനെ, അതുപോലെ എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയാം. Constraints defined by the UML specification for a UML element cannot be altered or removed by a stereotype. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു UMLന് സ്പെസിഫൈ ചെയ്തിട്ടുള്ള കൺസ്ട്രെയിൻസിനെ നമുക്ക് ഒരിക്കലും ആൾട്ടർ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ആർക്ക് പറ്റില്ല? സ്റ്റീരിയോ ടൈപ്പിന് പറ്റില്ല. ബട്ട് അഡീഷണൽ കൺസ്ട്രെയിൻസ് ക്യാൻ ബി അപ്ലൈഡ്. പക്ഷേ പുതിയ കൺസ്ട്രെയിൻസ് എന്ത് ചെയ്യാം? നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രാഫിക്കലി എ കൺസ്ട്രെയിൻറ്റ് ഈസ് റെൻഡേർഡ് ആസ് സ്ട്രിങ് എൻക്ലോസ് ഇൻ ബ്രാക്കറ്റ്സ് പ്ലേസ്ഡ് നിയർ അസോസിയേറ്റഡ് എലമെൻറ്റ്. ഏത് എലമെൻറ്റിനാണോ നമ്മൾ കൺസ്ട്രെയിൻസ് കൊടുക്കാൻ വിചാരിക്കുന്നത്, ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാൻ വിചാരിക്കുന്നത്, അതിൻ്റെ അടുത്ത് സ്ട്രിങ് ആയിട്ട്, അതായത് ബ്രാക്കറ്റിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുക? കൺസ്ട്രെയിൻസിനെ കൊടുക്കുക. എ പ്രൊഫൈൽ ഡയഗ്രാം ഓപ്പറേറ്റ്സ് അറ്റ് ദ മെറ്റാ മോഡൽ ലെവൽ. അപ്പോൾ പ്രൊഫൈൽ ഡയഗ്രാം ഓപ്പറേറ്റ് ചെയ്യുന്നത് മെറ്റാ മോഡൽ ലെവലിലാണ്. എ മെറ്റാ മോഡൽ ലെവൽ ഡിസ്ക്രൈബ്സ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ മോഡൽ. ഒരു മോഡലിൻ്റെ പ്രോപ്പർട്ടീസ് ഡിസ്ക്രൈബ് ചെയ്യുന്ന ലെവലാണ് മെറ്റാ മോഡൽ എന്ന് പറയുന്നത്. ടു ഡിഫൈൻ എ ന്യൂ മോഡൽ.
അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ന്യൂ മോഡലിനെ ഡിഫൈൻ ചെയ്യാം. ദ ന്യൂ മോഡൽ ഈസ് കൺസ്ട്രെയിൻഡ് ബൈ ഇറ്റ്സ് മെറ്റാ മോഡൽ ഇൻ ദ സെയിം വേ ദാറ്റ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ഈസ് കൺസ്ട്രെയിൻഡ് ബൈ ദ ഗ്രാമർ ആൻഡ് സിൻടാക്സ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ്ഡ് ടു റൈറ്റ് ഇറ്റ്. അപ്പോൾ ഒരു പുതിയ മോഡൽ എന്ന് പറയുന്നതിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ദ ന്യൂ മോഡൽ ഈസ് കൺസ്ട്രെയിൻഡ് ബൈ ഇറ്റ്സ് മെറ്റാ മോഡൽ. ന്യൂ മോഡലും അതിന് കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുള്ളത് മെറ്റാ മോഡൽ ലെവൽ തന്നെയാണ്. പിന്നെ അതേപോലെ in fact every standard element of the unified modeling language is defined by a meta class. ഇതിലുള്ള ഓരോ സ്റ്റാൻഡേർഡ് എലമെൻറ്റിനും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു മെറ്റാ ക്ലാസ് യൂസ് ചെയ്തിട്ടാണ്. എ പ്രൊഫൈൽ ഡയഗ്രാം ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് പാക്കേജ് ദാറ്റ് കണ്ടെയ്ൻ സ്റ്റീരിയോ ടൈപ്സ്. നമ്മൾ പറഞ്ഞു പ്രൊഫൈൽ ഡയഗ്രാം എന്തുണ്ട്, പ്രൊഫൈൽ ഡയഗ്രത്തിൽ സ്റ്റീരിയോ ടൈപ്സ് ഉണ്ട്. ഈച്ച് ഓഫ് ദീസ് സ്റ്റീരിയോ ടൈപ്സ് ഡിഫൈൻസ് ദ വേ ഇൻ വിച്ച് എ സ്റ്റാൻഡേർഡ് UML മെറ്റാ ക്ലാസ് ഈസ് ടു ബി എക്സ്റ്റെൻഡഡ്. ഏത് രീതിയിൽ ഇതിലുള്ള UML മെറ്റാ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നതാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു അഡാപ്റ്റ് ഇറ്റ് ഫോർ യൂസ് വിത്ത് എ സ്പെസിഫിക് പ്ലാറ്റ്ഫോം ഓർ ഡൊമൈൻ ബൈ പ്രൊവൈഡിങ് അഡീഷണൽ ടാഗ്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു ഡൊമൈനിലേക്ക് ഈ ഒരു സ്റ്റീരിയോ ടൈപ്പിനെ യൂസ് ചെയ്യാം, ഈ ഒരു മെറ്റാ ക്ലാസ്സിനെ യൂസ് ചെയ്യാം. അതേപോലെ അഡീഷണൽ ടാഗ്, മെറ്റാ ആട്രിബ്യൂട്ടുകൾ ഡിഫൈൻ ചെയ്യാം, കൺസ്ട്രെയിൻസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീരിയോ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ ടൈപ്സ് ആർ റെപ്രസെൻറ്റഡ് ഓൺ പ്രൊഫൈൽ ഡയഗ്രാം യൂസിങ് ക്ലാസ് നൊട്ടേഷൻ. ക്ലാസ് നൊട്ടേഷൻസ് ആയിട്ടാണ് സ്റ്റീരിയോ ടൈപ്പുകളെ പ്രൊഫൈൽ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സെപ്റ്റ് ദാറ്റ് ദ കീവേഡ് സ്റ്റീരിയോ ടൈപ്പ് അപ്പിയേഴ്സ് എബോവ്. അപ്പോൾ മുകളിൽ എന്ത് വരും, സ്റ്റീരിയോ ടൈപ്പ് എന്നുള്ളൊരു കീവേഡ് വരും. ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദ നെയിം ഓഫ് ദ മോഡൽ എലമെൻറ്റ് ആസ് ഷോൺ ബിലോ. ഇങ്ങനെ വരും, കണ്ടോ, സ്റ്റീരിയോ ടൈപ്പ് ഡാറ്റ ടൈപ്പ്. ദ മോഡൽ എലമെൻറ്റ് ഡാറ്റ ടൈപ്പ് ഈസ് എ സ്റ്റീരിയോ ടൈപ്പ്. ഡാറ്റ ടൈപ്പ് എന്നുള്ളത് എന്താണ്, ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. അതാണ് കാണിച്ചിട്ടുള്ളത്. ആസ് സ്റ്റേറ്റഡ് അബോവ് എ സ്റ്റീരിയോ ടൈപ്പ് എക്സ്റ്റെൻസ് എ UML മെറ്റാ ക്ലാസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ത് ചെയ്യും, എക്സ്റ്റെൻസിബിലിറ്റി മെക്കാനിസമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു UML മെറ്റാ ക്ലാസ്സിന് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്ത് വരാം. ആൻഡ് ഈസ് ദെയർ ഫോർ മീനിങ്ലെസ് ഇഫ് വ്യൂഡ് ഇൻ ഐസൊലേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ നിങ്ങൾ മുകളിൽ നോക്കിയിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പ് ഡാറ്റ ടൈപ്പ് എന്ന് നോക്കിയാൽ അതെന്താ, അതൊരു ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുക, ഒറ്റക്കാണ്, നമുക്കൊരു മീനിങ്ങും കിട്ടുന്നില്ല. പക്ഷെ അതൊന്ന് നമ്മൾ എക്സ്റ്റെൻസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു മീനിങ് ഫുൾ ആയിട്ട് മാറും. ഇൻ ഓർഡർ ടു ഷോ ദാറ്റ് എ സ്റ്റീരിയോ ടൈപ്പ് എക്സ്റ്റെൻസ് എ മെറ്റാ ക്ലാസ്. അപ്പോൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒരു മെറ്റാ ക്ലാസ്സിന് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ യൂസ് ചെയ്യുന്നത്, മെറ്റാ ക്ലാസ് ഈസ് ഓൾസോ ഷോൺ ഓൺ ദ പ്രൊഫൈൽ ഡയഗ്രാം. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന മെറ്റാ ക്ലാസ്സിനും കൂടെ നമ്മൾ പ്രൊഫൈൽ ഡയഗ്രത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ദ ഡയഗ്രാം ബിലോ ടെൽസ് us that the data type stereotype extends the class മെറ്റാ ക്ലാസ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള മെറ്റാ ക്ലാസ് എന്ന മെറ്റാ ക്ലാസ് ഏതെന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്, ഡാറ്റ ടൈപ്പ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. The relationship between the stereotype and meta class it extends is indicated by a solid line. ഒരു സോളിഡ് ലൈൻ കണ്ടില്ലേ, ഒരു ലൈൻ വരച്ചിട്ടുണ്ട് കണക്റ്റിംഗ് ദ സ്റ്റീരിയോടൈപ്പ് ഐക്കൺ ടു ദ മെറ്റാ ക്ലാസ് ഐക്കൺ വിത്ത് എ ഫിൽഡ് ആരോ ഹെഡ്. ഫിൽ ചെയ്തിട്ടുള്ള ആരോ മാർക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പോയിൻറ്റിങ് ടുവേർഡ്സ് ദ മെറ്റാ ക്ലാസ് എൻഡിലേക്കാണ് ഇത് പോയിൻറ്റ് ചെയ്യുന്നത്. ദിസ് ലൈൻ ഈസ് റെഫേർഡ് ടു ഇൻ ദ UML സൂപ്പർ സ്ട്രക്ചർ ഡോക്യുമെൻ്റ് ആസ് എക്സ്റ്റൻഷൻ. ഈ ഒരു ലൈനിനെയാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുക. നോട്ട് ദാറ്റ് ദ യൂസ് ഓഫ് മെറ്റാ ക്ലാസ് സ്റ്റീരിയോടൈപ്പ് ഈസ് ഓപ്ഷണൽ. ഇത് യൂസ് ചെയ്യുന്നത് ഓപ്ഷണൽ ആണ്, ബട്ട് ക്യാൻ ഹെൽപ്പ് ടു മേക്ക് ഇറ്റ് എ ബിറ്റ് മോർ ഒബ്വിയസ് വാട്ട് ഈസ് ഇൻറ്റൻറ്റഡ്. ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ആ ഐഡിയ വരാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. മറ്റേതൊരു ഐസൊലേറ്റഡ് പോലെയായിരിക്കും ഉണ്ടാവുക. ദ ഡാറ്റ ടൈപ്പ് സ്റ്റീരിയോടൈപ്പ് എക്സ്റ്റെൻസ് ദ ക്ലാസ് മെറ്റാ ക്ലാസ്. അത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. In the notation shown above, we are saying that the data type stereotype may be used to extend the class meta class. We might in certain circumstances want to stipulate that a particular meta class must always be extended by a given stereotype. അപ്പോൾ ചില പെർട്ടിക്കുലർ കണ്ടീഷനിലൊക്കെ മെറ്റാ ക്ലാസ് എപ്പോഴും, അതായത് ചില മെറ്റാ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഗിവൺ സ്റ്റീരിയോടൈപ്പിൽ നിന്ന് മാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് വരാവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. വി ക്യാൻ ഷോ ദാറ്റ് ദിസ് ഈസ് ദ കേസ് ബൈ ആഡിങ് ദ കൺസ്ട്രെയിൻറ്റ്. അതായത് ഇന്നതെന്ന് മാത്രമേ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരാൻ പാടുള്ളൂ എന്നുള്ള കൺസ്ട്രെയിൻറ്റ് എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അറ്റ് ദ സ്റ്റീരിയോടൈപ്പ് എൻഡ് ഓഫ് ദ എക്സ്റ്റൻഷൻ. In the example shown below, an instance of the module stereotype must always be linked to an instance of component meta class. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ഡയഗ്രത്തിൽ മൊഡ്യൂൾ എന്നുള്ളൊരു സ്റ്റീരിയോടൈപ്പ് ഉണ്ട്. ആ സ്റ്റീരിയോടൈപ്പിനെ എപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്ത് വരണം, കമ്പോണൻറ്റ് മെറ്റാ ക്ലാസ് മസ്റ്റായിട്ടും വരണം. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം, നമ്മൾ റിക്വയേർഡ് എന്നുള്ളൊരു കൺസ്ട്രെയിൻറ്റ് ആ ആരോൻ്റെ മുകളിൽ എഴുതി കൊടുത്തത് കാണാം. അപ്പോൾ ഈ രീതിയിലാണ് അത് മസ്റ്റായിട്ടാണ് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ബിക്കോസ് ഈ സ്റ്റീരിയോടൈപ്പ് ഈസ് എസെൻഷ്യലി എ മെറ്റാ ക്ലാസ്, ഒരു സ്റ്റീരിയോടൈപ്പ് ഒരു മെറ്റാ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ഹാവ് പ്രോപ്പർട്ടീസ് വിച്ച് ആർ നോൺ ആസ് മെറ്റാ ആട്രിബ്യൂട്ട്സ്. അതിന് എന്തുണ്ടാവാം? പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ആ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ മെറ്റാ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. When a stereotype is used to extend a meta class, the meta attributes may be listed in a separate compartment. അപ്പോൾ ഒരു സ്റ്റീരിയോടൈപ്പ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു മെറ്റാ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റാ ആട്രിബ്യൂട്ട്സിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പാർട്ട്മെൻ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ താഴെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇപ്പോൾ നമ്മൾ ആ ഡയഗ്രത്തിൽ കണ്ടത്. മെറ്റാ ക്ലാസ് ഉണ്ട്. സ്റ്റീരിയോടൈപ്പ് ബുക്കിൽ ISBN നമ്പർ, ടൈറ്റിൽ, ഓതർ, പബ്ലിഷർ, പബ്ലിഷ്ഡ് ഡേറ്റ് ഒക്കെ ഉണ്ട്. അതൊരു വേറെ കമ്പാർട്ട്മെൻ്റ് ആയിട്ട് എന്ത് ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ദ സ്റ്റീരിയോടൈപ്പ് മേ ഓൾസോ ജനറലൈസ് ഓർ സ്പെഷ്യലൈസ് അനദർ സ്റ്റീരിയോടൈപ്പ്. ഒരു സ്റ്റീരിയോടൈപ്പിന് വേറെ ഏതെങ്കിലും സ്റ്റീരിയോടൈപ്പിനെ ജനറലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാനോ പറ്റും. അതാണ് താഴെ കാണിച്ചിട്ടുള്ളത് ആ ഒരു റെപ്രസെൻറ്റേഷൻ. എ സ്റ്റീരിയോടൈപ്പ് മേ ബി അപ്ലൈഡ് ടു മോർ ദാൻ വൺ എലമെൻറ്റ്. അപ്പോൾ ഒന്നിലേറെ എലമെൻറ്റിന് സ്റ്റീരിയോടൈപ്പ് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൻഡ് മൾട്ടിപ്പിൾ സ്റ്റീരിയോടൈപ്പ് മേ ബി അപ്ലൈഡ് ടു സെയിം എലമെൻറ്റ്. മൾട്ടിപ്പിൾ സ്റ്റീരിയോടൈപ്പ് ഒരു സെയിം എലമെൻറ്റിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. In the example given 3.31, the stereotype server may be applied to both the component metaclass and the device metaclass. അപ്പോൾ താഴെ പറഞ്ഞിട്ടുള്ള ഡയഗ്രത്തിൽ നോക്കുക, സെർവർ എന്നുള്ള സ്റ്റീരിയോടൈപ്പ് കമ്പോണൻറ്റ് മെറ്റാക്ലാസ്സിനും ഡിവൈസ് എന്നുള്ള മെറ്റാക്ലാസ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദി ഡിവൈസ് മെറ്റാക്ലാസ് മേ അഡീഷണലി ബി എക്സ്റ്റെൻഡഡ് ബൈ നെറ്റ്വർക്ക് നോഡ് സ്റ്റീരിയോടൈപ്പ്. ഈ ഡിവൈസ് എന്നുള്ള മെറ്റാ ക്ലാസ് ഏതൊന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്? നെറ്റ്വർക്ക് നോഡ് എന്നതൊന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതാണ്. ആ ഒരു ഡയഗ്രാമാണ് ആ കാണിച്ചിട്ടുള്ളത്. എ പ്രൊഫൈൽ ഈസ് എസെൻഷ്യലി എ കൈൻഡ് ഓഫ് പാക്കേജ് ആൻഡ് ഇറ്റ് യൂസസ് ദ സെയിം നൊട്ടേഷൻ ആസ് എ പാക്കേജ്. അപ്പോൾ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു കൈൻഡ് ഓഫ് പാക്കേജ് തന്നെയാണ്. ദ കീവേഡ് പ്രൊഫൈൽ ഈസ് യൂസ്ഡ് ഐദർ എബവ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദ പാക്കേജ് നെയിം. അപ്പോൾ ഈ പാക്കേജിൻ്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ടോ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പ്രൊഫൈൽ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പാക്കേജ് ഈസ് എ പ്രൊഫൈൽ. അപ്പോൾ മൊത്തം പാക്കേജ് എന്താണ്? ഒരു പ്രൊഫൈലാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഫൈൽ എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രൊഫൈലിൻ്റെ ഉള്ളിൽ ഒന്നിലധികമോ ഉള്ള സ്റ്റീരിയോടൈപ്പ് ഡെഫിനിഷൻസ് ഉണ്ടാവും, അതിൻ്റെ എക്സ്റ്റെൻസിബിലിറ്റി ഉണ്ടാവും, മെറ്റാ ക്ലാസ്സുകളും ഉണ്ടാവും. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് ഒരു നെറ്റ്വർക്ക് പ്രൊഫൈലാണ്. ദ യൂസർ സ്റ്റീരിയോടൈപ്പ് എക്സ്റ്റെൻസ് ദ ക്ലാസ് മെറ്റാ ക്ലാസ്. അപ്പോൾ യൂസർ എന്നുള്ള സ്റ്റീരിയോടൈപ്പ് ക്ലാസ് എന്നുള്ള ഒരു മെറ്റാ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നെറ്റ്വർക്ക് നോഡ് സ്റ്റീരിയോടൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഡിവൈസ് മെറ്റാ ക്ലാസ് വരുന്നുണ്ട്. ദ നെറ്റ്വർക്ക് നോഡ് സ്റ്റീരിയോടൈപ്പ് ഈ സ്പെഷ്യലൈസ്ഡ് ബൈ, അതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ സ്റ്റീരിയോടൈപ്പാണ്? വർക്ക് സ്റ്റേഷന്, സെർവർ, സ്വിച്ച്, റൂട്ടർ എന്നുള്ള സ്റ്റീരിയോടൈപ്പൊക്കെ നെറ്റ്വർക്ക് നോഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ആ മൊത്തം ഒരു പാക്കേജിനെ നമ്മൾ അവിടെ മുകളിൽ കാണാം പ്രൊഫൈൽ എന്നുള്ള കീവേഡ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നെറ്റ്വർക്ക് പ്രൊഫൈൽ എന്നുള്ള കീവേഡ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൽ വരിക, പ്രൊഫൈൽ ഡയഗ്രത്തിൽ വരുന്നത്. അടുത്തത് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രമാണ്. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം വന്നിട്ട് നോക്കാം. എ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം ക്യാൻ ബി യൂസ്ഡ് ടു മോഡൽ ദ ഫിസിക്കൽ ആർക്കിടെക്ചർ. ഒരു ഫിസിക്കൽ ആർക്കിടെക്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഏതിലാണ്? നെറ്റ്വർക്ക്ഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ. ദ ടോപ്പോളജി ഓഫ് ദ സോഫ്റ്റ്വെയർ സിസ്റ്റം ബീങ് ഡെവലപ്ഡ്. അതേപോലെ അതിൻ്റെ ടോപ്പോളജിയും കാണിക്കാൻ. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയാണ് ഒരു നെറ്റ്വർക്കിൽ സിസ്റ്റങ്ങൾ തമ്മിലുള്ള അറേഞ്ച്മെൻറ്റിലെ, അതാണ് ടോപ്പോളജി. അപ്പോൾ അതൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം. ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ഹാർഡ്വെയർ ഡിവൈസസ്. അപ്പോൾ ഇതിൽ ഹാർഡ്വെയർ ഡിവൈസസ് നോഡ്സുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ദാറ്റ് റൺ ഓൺ ദം. ഇതിൽ റൺ ആവുന്ന സോഫ്റ്റ്വെയർ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് വരുന്നുണ്ട്. അതിനെയാണ് ആർട്ടിഫാക്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ് ബിറ്റ്വീൻ ദ വാരിയസ് നോഡ്സ് ആൻഡ് ആർട്ടിഫാക്ട്സ്. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ കമ്പോണൻറ്റുകളും അതേപോലെ മറ്റ് നോഡ്സുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലിങ്കുകൾ എല്ലാം നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തിൽ എന്ത് ചെയ്യാം? നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. In the most trivial case, the system may consist of a single executable .exe file that runs on a standalone computer. അപ്പോൾ പൊതുവേ ഉള്ള കേസിൽ എന്താണ്? ദ സിസ്റ്റം, ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്താ? മേ കൺസിസ്റ്റ് ഓഫ് സിംഗിൾ എക്സിക്യൂട്ടബിൾ ഫയൽ, ഒരു .exe ഫയൽ ഉണ്ടാവും. അതൊരു റൺ ചെയ്യുന്ന ഒരു ഫയൽ ഉണ്ടാവും. ദ ഇല്ലുസ്ട്രേഷൻ ബിലോ ഷോസ് വാട്ട് സച്ച് എ സിനാരിയോ മൈറ്റ് ലുക്ക് ലൈക്ക് ആസ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ എന്തുണ്ട്? ഒരു .exe ഫയൽ ഉണ്ട്. അപ്പോൾ അതിനെ ജസ്റ്റ് നമ്മൾ ഒരു ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ താഴെ കാണിച്ചിട്ടുള്ള ഡയഗ്രാം അനുസരിച്ച് ഉണ്ടാവുക. നോക്കുക, ഡിവൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഡെസ്ക്ടോപ്പ് PC പേര് കൊടുത്തിട്ടുണ്ട്, ആർട്ടിഫാക്റ്റ് അതായത് സോഫ്റ്റ്വെയർ,
കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഗാനിസ് ഓർ .exe ഫയൽ ഉണ്ട് എന്നുള്ളത് ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ ഓർഗനൈസർ .exe ഓറല്ലേ, ഓർഗനൈസർ എന്നുള്ള ഫുള്ളാണ് കേട്ടോ ആ ഡയഗ്രത്തിൽ. ഓർഗനൈസർ .exe ആർട്ടിഫാക്റ്റ് റെപ്രസെൻറ്റ്സ് എ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ആൻ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം ഫയൽ. അപ്പോൾ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ പ്രോഗ്രാം ഫയലിനെ റെപ്രസെൻ്റ് ചെയ്തതാണ് ഓർഗനൈസർ .exe എന്നുള്ളത് കൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. ഈസ് ഡിപ്ലോയിഡ് ടു, അത് ഏതിൻ്റെ ഉള്ളിലുള്ളത്, ഡെസ്ക്ടോപ്പ് PC നോഡ് വിച്ച് റെപ്രസെൻറ്റ്സ് എ സ്റ്റാൻഡ് അലോൺ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. അപ്പോൾ മൊത്തം അത് കാണിക്കുന്നത് എന്താണ്, ഒരു സ്റ്റാൻഡ് അലോൺ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിനെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ആസ് ഷോൺ ഇൻ ഫിഗർ 3.33 an artifact icon is drawn inside a node. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആർട്ടിഫാക്റ്റ് ഐക്കൺ വരച്ചിട്ടുണ്ട്. ടു ഷോ ദാറ്റ് ദ ആർട്ടിഫാക്റ്റ് ഈസ് ഡിപ്ലോയിഡ് ഓൺ ദാറ്റ് നോഡ്. അപ്പോൾ ആ നോഡിൻ്റെ ഉള്ളിലാണ് ആർട്ടിഫാക്റ്റ് ഉള്ളത് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഐക്കൺ കൊടുത്തിട്ടുള്ളത്. നോട്ട് ദാറ്റ് ദ നോഡ് ഡെസ്ക്ടോപ്പ് PC ഈസ് ലാബിൾഡ് വിത്ത് സ്റ്റീരിയോ ടൈപ്പ് ഡിവൈസ് എന്നുള്ള സ്റ്റീരിയോ ടൈപ്പിൻ്റെ ഉള്ളിലാണ് ഡെസ്ക്ടോപ്പ് PC എന്നുള്ളത് ലാബൽ ചെയ്തിട്ടുള്ളത്. എന്തിനാണ്, ഇതൊരു ഹാർഡ്വെയർ നോഡാണ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേപോലെ പേരും. എ നോഡ് ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ക്യൂബ്. അപ്പോൾ ഒരു നോഡ് ഹാർഡ്വെയർ ആയാലും സോഫ്റ്റ്വെയർ ആയാലും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് ഒരു ക്യൂബായിട്ടാണ്. കണ്ടില്ലേ, ഒരു ക്യൂബായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾസ് ഓഫ് ഹാർഡ്വെയർ നോഡ്സ്. അപ്പോൾ ഹാർഡ്വെയർ നോഡ്സ് പറയുമ്പോൾ അത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആവാം, വർക്ക് സ്റ്റേഷൻസ് ആവാം, സെർവേഴ്സ് ആവാം, ഡിസ്ക് ഡ്രൈവേഴ്സ് ആവാം, അല്ലെങ്കിൽ എംബഡഡ് ഹാർഡ്വെയർസ് ആവാം, മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ ആവാം. എക്സാമ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ നോഡ്സിൽ എന്തൊക്കെ ആവാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരാം, വെബ് സെർവർ വരാം, വെബ് സെർവർ സോഫ്റ്റ്വെയർ സച്ച് ആസ് അപ്പാച്ചെ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇൻ്റർനെറ്റ് ഇൻഫർമേഷൻ സെർവർ IIS ആവാം, അല്ലെങ്കിൽ ജാവ റൺ ടൈം എൻവിറോൺമെൻറ്റ് JRE ഒക്കെ ആവാം. ഇതൊക്കെ എന്താണ്, സോഫ്റ്റ്വെയർ നോഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇഫ് ദ നോഡ് റെപ്രസെൻറ്റ്സ് എ സോഫ്റ്റ്വെയർ എൻവിറോൺമെൻറ്റ്, അപ്പോൾ നോഡ് ഒരു സോഫ്റ്റ്വെയർ എൻവിറോൺമെൻറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റീരിയോ ടൈപ്പിൽ ഡിവൈസ് ഈസ് റീപ്ലേസ്ഡ് ബൈ സ്റ്റീരിയോ ടൈപ്പ് എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഡിവൈസ് എന്നുള്ള സ്റ്റീരിയോ ടൈപ്പ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ് എന്താണ് വരിക. ദ സ്റ്റീരിയോ ടൈപ്പ് ഡിവൈസ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ സ്റ്റീരിയോ ടൈപ്പ് എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ്. The execution environment must itself run on a piece of hardware of some kind. So it is common to see a software node nested within a hardware node on a deployment diagram. അപ്പോൾ ഒരു എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ് വരണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഒരു ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം വേണം. അതിൻ്റെ ഉള്ളിലല്ലേ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പൊതുവെ എങ്ങനെയാണ്, സോ ഇറ്റ് ഈസ് കോമൺ ടു സി എ സോഫ്റ്റ്വെയർ നോഡ് നെസ്റ്റഡ് വിത്തിൻ എ ഹാർഡ്വെയർ നോഡ്. ഒരു ഹാർഡ്വെയർ നോഡിൻ്റെ ഉള്ളിൽ നെസ്റ്റഡ് ആയിട്ടായിരിക്കും എന്ത് വരിക, ഒരു സോഫ്റ്റ്വെയർ നോഡ് പൊതുവേ വരിക. അങ്ങനെയല്ലേ റൺ ചെയ്യാൻ പറ്റുള്ളൂ. സോഫ്റ്റ്വെയറിന് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും റൺ ചെയ്യാൻ പറ്റുമോ? ഒരു ഹാർഡ്വെയറിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്തിട്ടില്ലേ നമ്മൾ സോഫ്റ്റ്വെയറിന് റൺ ചെയ്യുക. അപ്പോൾ അതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഇൻ ദിസ് കേസ് ദ എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ അപ്പാഷെ HTTP സെർവർ റണ്ണിങ് ഓൺ എ ലിനക്സ് സെർവർ. അതാണ് ഇപ്പോൾ താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിവൈസ് എന്താണ്, ലിനക്സ് സെർവറാണ് പ്ലാറ്റ്ഫോം. അതിൻ്റെ ഉള്ളിൽ നെസ്റ്റഡ് ആയിട്ട് ഒരു എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ് ഉണ്ട്, ഒരു സോഫ്റ്റ്വെയർ എൻവിറോൺമെൻറ്റ് ഉണ്ട്. അതേതാണ്, അപ്പാഷെ HTTP സെർവർ പ്ലാറ്റ്ഫോം ആണ് എന്നുള്ളതാണ് ആ ഒരു ഡയഗ്രത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ആൻഡ് ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഷോയിങ് എ ഡിപ്ലോയ്മെൻറ്റ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. വേറൊരു മെത്തേഡാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇൻ ദിസ് മെത്തേഡ് ആൻ ആർട്ടിഫാക്റ്റ് ഈസ് ഷോൺ ആസ് ബീങ് ഡിപ്ലോയിഡ് ടു എ നോഡ് ബൈ പ്ലേസിങ് ദ ആർട്ടിഫാക്റ്റ് ഔട്ട്സൈഡ് ഓഫ് ദ നോഡ്. അപ്പോൾ ആർട്ടിഫാക്റ്റിന് എന്ത് ചെയ്തിരിക്കുകയാണ്, നോഡിൻ്റെ പുറത്ത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഡ്രോയിങ് എ ഡിപ്പെൻഡൻസി ബിറ്റ്വീൻ ആർട്ടിഫാക്റ്റ് ആൻഡ് ദ നോഡ്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡാഷ്ഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് ഓപ്പൺ ആരോ ഹെഡും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടും ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത് ആ ലൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെസ്ക്ടോപ്പ് പീസിൻ്റെ ഉള്ളിൽ വരുന്ന ആർട്ടിഫാക്റ്റ് ആണ് ഓർഗനൈസർ .exe എന്നുള്ളത്. ഈ രീതിയിലും എന്ത് ചെയ്യാം, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പാണ് ഡിപ്ലോയ് എന്ന് പറയുന്നത്. The execution environment can also be shown outside of the hardware node. അപ്പോൾ ഹാർഡ്വെയർ നോഡിൻ്റെ പുറത്തും നമുക്ക് ഇങ്ങനത്തെ എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ് കാണിക്കാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആരോ ലിങ്കിങ് ഇറ്റ് ബാക്ക് ടു ദ ഹാർഡ്വെയർ നോഡ്. അതിലേക്ക് ഹാർഡ്വെയർ നോഡിലേക്ക് ലിങ്ക് ചെയ്യുന്ന ആരോ വെച്ചിട്ടാണ്. അപ്പോൾ താഴെ നോക്കുക, എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ് അപ്പാഷെ HTTP സെർവർ എന്തിലേക്ക് ഡിപ്പെൻഡൻ്റ് ആണ്, ഡിവൈസ് ലിനക്സ് സെർവറിലേക്ക് ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഒരു നെസ്റ്റഡ് നോഡ് പോലെ അല്ലേ.
പിന്നെ നോട്ട് ദാറ്റ് ദ UML സ്പെസിഫിക്കേഷൻ എൻകറേജസ് യൂസേഴ്സ് ടു ഡിഫൈൻ ദെയർ ഓൺ സ്റ്റീരിയോ ടൈപ്സ് ഫോർ സ്റ്റാൻഡേർഡ് എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ്. അപ്പോൾ യൂസേഴ്സിന് അവരുടേതായിട്ടുള്ള സ്റ്റീരിയോ ടൈപ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് UML സ്പെസിഫിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻകറേജ് ചെയ്യുന്നുണ്ട്. ദ എക്സാമ്പിൾസ് ഗിവൺ ഇൻ UML സൂപ്പർ സ്ട്രക്ചർ ഡോക്യുമെൻറ്റ് ഇൻക്ലൂഡ്. അപ്പോൾ UML സൂപ്പർ സ്ട്രക്ചർ ഡോക്യുമെൻറ്റിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് OS, ഡാറ്റാബേസ് സിസ്റ്റം, J2EE കണ്ടെയ്നർ എന്നൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സച്ച് ആസ് ആൻ എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ് ഓർ അനദർ ഹാർഡ്വെയർ നോഡ് ക്യാൻ ബി നെസ്റ്റഡ് വിത്തിൻ എ ഹാർഡ്വെയർ നോഡ്. ഒരു ഹാർഡ്വെയർ നോഡിൽ നിന്ന് മറ്റൊരു ഹാർഡ്വെയർ നോഡ് എന്ത് ചെയ്യാം, നമുക്ക് നെസ്റ്റ് ചെയ്യാം. സോ ക്യാൻ വൺ എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ് ബി നെസ്റ്റഡ് വിത്തിൻ അനദർ. ഇൻ ദ ഡയഗ്രാം ബിലോ, പിന്നെ താഴെ പറയുന്ന ഡയഗ്രത്തിൽ ആ ഒരു എക്സാമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ the web server execution environment is nested within the OS execution environment. അപ്പോൾ വെബ് സെർവർ എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റ് OS എക്സിക്യൂഷൻ എൻവിറോൺമെൻറ്റിൽ നിന്ന് എന്ത് ചെയ്തതാണ്, നെസ്റ്റഡ് ആയിട്ട് വന്നതാണ്. കാണാം, അതിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്തതാണ്, അങ്ങനെ വന്നിട്ടുള്ളതാണ്, നെസ്റ്റഡ് ആയിട്ടുള്ളതാണ് എന്നാണ് കാണിക്കുന്നത്. Note that in both of the execution environment nodes, the execution environment stereotype has been substituted by an application specific C stereotype. അപ്പോൾ നോക്കാം, അതിൽ ഫസ്റ്റത്തത് OS Debian Linux 6.04 എന്നതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഡിവൈസ് അതിൽ ഡെൽ പവർ എഡ്ജ് ആ ഡിവൈസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ OS അതിൽ Debian Linux 6.04 അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നെസ്റ്റഡ് ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്, വെബ് സെർവർ അപ്പാഷെ HTTP സെർവർ 2.4.1 വന്നിട്ടുണ്ട്. അപ്പോൾ വെബ് സെർവറും OSഉം അതിന് രണ്ടും എന്താണ്, നെസ്റ്റഡ് ആണ്. ദ UML സൂപ്പർ സ്ട്രക്ചർ ഡോക്യുമെൻറ്റ് സജസ്റ്റ് അണ്ടർലൈനിങ് ദ നെയിം ഓഫ് നോഡ്സ്. അപ്പോൾ നോഡ്സിൻ്റെ പേരെന്ത് ചെയ്യാം, നമുക്ക് അണ്ടർലൈൻ ചെയ്യാം ഈ ഒരു ഡോക്യുമെൻ്റ് പ്രകാരം. ആൻഡ് ആർട്ടിഫാക്റ്റിനെയും അണ്ടർലൈൻ ചെയ്യാൻ. ടു ഇൻഡിക്കേറ്റ് ആൻ ഇൻസ്റ്റൻസ്, അതൊരു ഇൻസ്റ്റൻസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഓപ്ഷണലാണ്. അപ്പോൾ ആ ഒരു അണ്ടർലൈൻ ചെയ്തിട്ടൊക്കെ ഉള്ളതാണ് ഇപ്പോൾ ഇവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. എ വെബ് സെർവർ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം. എ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം കുഡ് ഹാവ് 2 or more നോഡ്സ് ഓഫ് സെയിം ടൈപ്പ്. അപ്പോൾ ഒന്നിലേറെ നോഡ്സ്, സെയിം ടൈപ്പിലുള്ള നോഡ്സ് വരാം. ഇൻ എ കൊമേഴ്ഷ്യൽ വെബ് ഹോസ്റ്റിംഗ് സിസ്റ്റം ഫോർ എക്സാമ്പിൾ വി കുഡ് ഹാവ് മൾട്ടിപ്പിൾ സെർവേഴ്സ് ഓഫ് ദി സെയിം ടൈപ്പ്. അതായത് ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു വെബ് ഹോസ്റ്റിംഗ് എൻവിറോൺമെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നിലേറെ സെർവർ വരും. അപ്പോൾ എന്താണ്, ഡിവൈസ് എന്നുള്ളതിൽ തന്നെ ഒന്നിലേറെ വരാം. അതേപോലെ സെയിം ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഡയഗ്രത്തിലൂടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ ഓർഡർ ടു ഷോ ദാറ്റ് ദേ ആർ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസസ് യൂസ് ദ നൊട്ടേഷൻ ഷോൺ ബിലോ. അപ്പോൾ ഓരോന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ വിച്ച് ദ ടൈപ്പ് ഓഫ് ദ നോഡ് ഈസ് പ്രൊസീഡഡ് ബൈ ദ നെയിം ഓഫ് ദ നോഡ്. അപ്പോൾ ടൈപ്പ് ഓഫ് ദ നോഡ് കഴിഞ്ഞിട്ട് എന്ത് യൂസ് ചെയ്യാം, നമുക്ക് ആ നോഡിൻ്റെ നെയിം യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താൽ അത് വേറെ വേറെ ഇൻസ്റ്റൻസ് ആണ് എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിറ്റ്വീൻ എന്തുണ്ട്, ഒരു നോഡ് ഉണ്ട്. അപ്പോൾ നെയിം :ടൈപ്പ്. അപ്പോൾ അതിൽ നോക്കാം, വെബ് സെർവർ 01 ഡെൽ പവർ എഡ്ജ് R310. രണ്ടാമത്തത് വെബ് സെർവർ 02 ഡെൽ പവർ എഡ്ജ് R310. അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ഇൻസ്റ്റൻസ് ആണ് എന്ന് കാണിക്കാൻ പറ്റും. നോട്ട് ദാറ്റ് ദ സെയിം ഓഫ് എ നോഡ് ഇൻസ്റ്റൻസ് മേ ബി ഒമിറ്റഡ് ഫ്രം എ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം. ഇനി ഒരേപോലെ വരുന്നതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തിൽ നിന്ന് ആ നോഡിനെ എന്ത് ചെയ്യാം, ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. The deployment diagram given in figure 3.38 shows a greatly simplified view of a web server consisting of 3 servers. 3 സെർവേഴ്സ് വന്നിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രമാണ് ഇപ്പോൾ നമുക്ക് ആ ഡയഗ്രത്തിൽ കാണുന്നത്. 3.38 സെർവർ 1, സെർവർ 2, സെർവർ 3. അപ്പോൾ നെയിം :ടൈപ്പ് എന്നുള്ള വെച്ചിട്ട് നമ്മൾ ഇതിന് പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ആ ഡിവൈസിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്, സ്വിച്ചിലേക്ക്. പിന്നെ അവിടെ ഫയർവാൾ ഉണ്ട്, അത് നെറ്റ്വർക്കിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതും കൂടെ അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം.